പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 9 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവ്, വിദേശത്തൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ആൾക്കാരുണ്ട്. പലതരത്തിലുള്ള ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് ചിലയിടത്ത് തോക്കും, ചിലയിടത്ത് കാശ് കൊടുക്കും, ചിലയിടത്ത് ഒരു അംബിഗസായിട്ട് വരും. നടക്കുമോ ഇല്ലേ എന്നൊക്കെ അറിയാൻ പാടില്ലാത്തൊരു കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ട്. അവിടെ കൺഫ്യൂഷൻ എല്ലാം മാറ്റണേ. പ്രഭാതത്തിൽ അങ്ങോട്ട് നാം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ അവിടെ കണ്ണുനീര്, ഞാൻ നിൻ്റെ കണ്ണുനീരെല്ലാം കുപ്പിയിലാക്കി വെച്ചിരിക്കണമെന്ന് പറഞ്ഞില്ലേ. ഞാൻ നിന്നെ എൻ്റെ കൈവെള്ളയിൽ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. കർത്താവേ, നീ ഞങ്ങളോട് കാണിക്കുന്ന കരുണയും കരുതലുമാണത്.
വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുകയുള്ളൂ. കർത്താവെ, നിൻ്റെ ചിറകളുടെ ഉള്ളിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്ന സങ്കീർത്തനോട് ചേർന്നുകൊണ്ട് കഷ്ടകാലങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ കൈവെള്ളയിൽ അങ്ങ് സൂക്ഷിക്കുന്നവർ നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകൾ ഞങ്ങൾ ജീവിതമാർഗം കണ്ടെത്തുന്ന ഓരോ തൊഴിലിടങ്ങൾ, ഞങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്, ആ അനുഗ്രഹ സ്ഥലങ്ങളെ ഇപ്പോൾ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഉപയോഗിക്കുന്ന ജീവിതമാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തൊഴിലിടങ്ങളെ നീ ആശീർവദിക്കണം. അതിൻ്റെ രേഖകളെ, ചിലപ്പോൾ നമ്പർ കിട്ടാത്തവരുണ്ടാകാം, നമ്പർ അതിന് അപേക്ഷിക്കുന്നവരുണ്ടാകാം. ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം രേഖകളാണ് വേണ്ടത്, ആ രേഖകൾക്കെല്ലാം നിലവിലുള്ള ദോഷങ്ങളെ, തടസ്സങ്ങളെ, കിട്ടാനുള്ള തടസ്സങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ വാഹനങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. നീ ഉപയോഗിക്കുന്ന നീ പോകുന്ന വഴികളെ ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ വാഹനത്തിൻ്റെ, നീ ഹയർ ചെയ്ത വാഹനമായാലും, വാടകയ്ക്കെടുത്ത വാഹനമായാലും, ടാക്സി എടുത്ത വാഹനമായാലും, ഗവൺമെൻറ് വാഹനങ്ങളായാലും, അതെല്ലാം നീ സഞ്ചരിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. ആ വാഹനത്തിന് കുറുകയും നെടുകയും പോകുന്ന മറ്റു വാഹനങ്ങളും തട്ടുപിടി അപകടം ഉണ്ടാകാതിരിക്കാൻ അവൻ നിന്നെ തൻ്റെ തൂവലുകൾക്കുള്ളിൽ മറച്ചുകൊള്ളുമെന്ന് പറഞ്ഞ നിൻ്റെ പാദങ്ങൾ കല്ലിൽ തട്ടാതിരിക്കാൻ ദൂതന് കൽപ്പിക്കുന്നതാണ് ചെയ്ത സംരക്ഷണത്തിൻ്റെ ദൈവം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകാൻ പോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു നോട്ട് തരും. എനിക്ക് തോന്നുന്നത് ദൈവമായിട്ട് അത്ര കണ്ട് ബന്ധമില്ലാത്തവർക്കും പരിശുദ്ധാത്മാവ് നോട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം എന്താണ്, ഇവന് എന്തെങ്കിലും ഇപ്പം ദൈവമില്ലാതെ നടക്കണമെങ്കിലും ഇവന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മോങ്ങി ഇവൻ എൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം നമുക്ക് നോട്ട് തരുന്നുണ്ട്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളത് മനസ്സിലാക്കണില്ല. എന്താ കാര്യം, നമ്മൾക്ക് അത് ദൈവത്തിൻ്റെ തോന്നിയതായിരിക്കും. അങ്ങനെ തോന്നിയതായിരിക്കുമെന്ന് പറയേണ്ട സംഭവമില്ല മക്കളെ. ഡിസൺമെൻ്റ് ഓഫ് ദി സ്പിരിറ്റ്, ആത്മാവിൻ്റെ വിവേചനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇപ്പം ഞങ്ങളൊക്കെ, നിങ്ങൾ ഓരോ സ്ഥലത്ത് ഇരുന്ന് പറയത്തില്ലേ, ഇന്ന ആൾ ഇന്ന വിഷയത്തിന് ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ട്, ഈ പ്രാർത്ഥനയിൽ അയാൾ സുഖപ്പെടും, അയാളുടെ രോഗം ഇന്നതാണെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ കർത്താവ് ഒന്നും സിനിമ പോലെ കാണിച്ചിട്ട് പറഞ്ഞതല്ല, ആന്തരികമായ സൂചനകളാണ്. ആന്തരിക സൂചനകൾ, ആ സൂചനകളെ ഞങ്ങളത് ഒബ്ജക്റ്റീവായിട്ട് എടുക്കും. എന്നിട്ട് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് അത് പറയും. അപ്പം നമുക്കൊരു ആന്തരിക ബോധ്യം കിട്ടും. അത് തോന്നലല്ലത്. ഈ തോന്നൽ ആണ് ഉണ്ടാകണമെങ്കിലും ചില ആൾക്കാർക്ക് ഇത്തിരി കൂടി ദൈവമായിട്ട് സത്യസന്ധമായിട്ട് പോകുന്നവർക്ക് അത് ബോധ്യമായിട്ട് മാറും. അതാണ് വിഷയം. പരിശുദ്ധാത്മാവിൻ്റെ ഈ വോൾട്ടേജ്, ഡിമിനിഷിങ് വോൾട്ടേജ് ഉണ്ട്, ഫുൾ വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ഈ ആത്മാവിനെ നിർവീര്യമാക്കലെന്ന് പറയത്തില്ല. 1 തെസ്സലോനിക്ക 5:19. 1 തെസ്സലോനിക്ക 5:19. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട വചനം അത്. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിന് പല ഗ്രേഡ് ഓഫ് പവറുണ്ട്, പവർ സ്റ്റേജ് ഉണ്ട്. ഇപ്പം നിർവീര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ കുറഞ്ഞ് ഇനാക്റ്റീവായിട്ട് വരും. നമ്മളിൽ ലോകാരൂപിയോ ദുഷ്ടാരൂപിയോ കൂടുന്നതനുസരിച്ചുകൊണ്ട് നമ്മളുള്ള പരിശുദ്ധാത്മ ഡിമിനിഷ് ചെയ്ത് വരും. അപ്പോൾ നമുക്കൊരു 30%-35% വോൾട്ടേജേ ഉള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളെങ്കിൽ നമുക്ക് വരാവുന്ന പ്രശ്നം ഇതുപോലെ തോന്നലേ വരത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഓർക്കും, എനിക്ക് തോന്നിയായിരിക്കും, അത് അങ്ങനെയൊന്നും അല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കാൻ പോണ. അപ്പോൾ അതൊക്കെ സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്ന് പറഞ്ഞ് നമ്മളത് ആ ഒരു തള്ളിക്കളയും. അപ്പം അത് എപ്പോഴും ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഓർത്തേക്കണം, ദൈവത്തിൽ നിന്ന് വിഷയബന്ധിയായിട്ട് ഒരിക്കലും ദൈവമായിട്ട് നിങ്ങൾ ഒരു റിലേഷൻ സാധ്യമല്ല. വ്യക്തിബന്ധിയായിട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.